ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഫോസി ഓഡിയോയുടെ BT30D Pro എന്ന് പറയുന്ന ഒരു 2.1 ആംപ്ലിഫയറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ നമുക്ക് ആമസോണിൽ ലഭ്യമായിട്ടുള്ളൊരു ആംപ്ലിഫയറാണ്. ഇതൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്ലാസ് D ആംപ്ലിഫയറാണ്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഫോസി ഓഡിയോ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഓഡിയോ ഫയൽസ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഇടയിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഫോസി ഓഡിയോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിലക്കുറവിൽ നല്ല ബിൽഡ് ക്വാളിറ്റിയും നല്ല കമ്പോണൻസും നല്ല ഓഡിയോ ക്വാളിറ്റിയും കിട്ടുന്ന ഒരു ആംപ്ലിഫയറായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഫോസി ഓഡിയോ എന്ന് പറഞ്ഞാൽ ഈ കമ്പനി. ഇവരുടെ പ്രിയ ആംപ്ലിഫയറും മറ്റ് പല ആംപ്ലിഫയറും അസാധ്യ ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ചെക്ക് ചെയ്യുന്നത് കെഫിൻ്റെ സ്പീക്കേഴ്സിലാണ്. ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ഞാൻ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. അസാധ്യ ക്വാളിറ്റിയാണ്, നല്ല ഡീറ്റെയിലിംഗ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകതയായിട്ടുള്ളത്. ഈ ഒരു ആംപ്ലിഫയറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ബാസ്, ട്രബിള് ഇതിനകത്ത് ഓപ്ഷനായിട്ട് വരുന്നുണ്ട്. സബ് വൂഫറിന് വേണ്ടി ഫ്രീക്വൻസി കൺട്രോൾ സെപ്പറേറ്റ് വരുന്നുണ്ട്. സബ് വൂഫറിൻ്റെ വോളിയം സെപ്പറേറ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഓൺ ഓഫ് സ്വിച്ചും പിന്നെ ഒരു ഇൻഡിക്കേഷൻ പവർ ഓണിനും പിന്നെ ബ്ലൂടൂത്ത് പെയർ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻഡിക്കേഷനും ഇതിനകത്ത് വരുന്നുണ്ട്. പവർ ഓൺ ആവുന്ന സമയത്ത് റെഡ് കളറിലാണ് ഇതിൻ്റെ LED കത്തുന്നത്. ബ്ലൂടൂത്തായിട്ട് പെയർ ആവുന്ന സമയത്ത് നീല കളറിലുള്ള ഒരു LED ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ ക്വാളിറ്റിയാണ്. ഫുൾ മെറ്റലിലാണ് ഇതിൻ്റെ ബോഡിയും ഇതിൻ്റെ ഫ്രണ്ട് പാനലെല്ലാം മൊത്തം മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത്. എന്തിനേറെ ഓളിയ നോബ് വരെ മെറ്റലിലാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് ഉണ്ട്. 10,000 രൂപയിൽ നിങ്ങൾക്ക് വാങ്ങാവുന്ന ഏറ്റവും നല്ല ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ അല്ലെങ്കിൽ 2.1 ആംപ്ലിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി അത്രയ്ക്ക് അസാധ്യമാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കെഫിൻ്റെ 2 സ്റ്റീരിയോ സ്പീക്കേഴ്സ് യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അതുകൂടാതെ ഈ ഒരു ആംപ്ലിഫയർ എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഒരു 50 മണിക്കൂറിന് മുകളിൽ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലും കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം ഈ ആംപ്ലിഫയർ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 2 ആഴ്ചയ്ക്ക് മുകളിലായി. ഞാനിത് ഏകദേശം 50 മണിക്കൂറിന് മുകളിൽ ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു റിവ്യൂ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത്. 4 ohmസിൽ 160 വാട്ടാണ് പെർ ചാനലിന് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെ 2 ചാനലിന് കൂടെ 160+160 അവകാശപ്പെടുന്നത്. സബ് വൂഫറിന് 350 വാട്ടും അവർ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഓഡിയോ ഫയൽസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു ചെക്കിങ്ങിൽ അതിനകത്ത് 140 വാട്ട് വരെ മാക്സിമം ആയിട്ട് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അവരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഗ്രാഫ് സഹിതം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചിട്ടും കൂടെയാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഇടുന്നത്. ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ TPA3255 എന്ന ചിപ്പാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള. ആ ചിപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നൊരു ആംപ്ലിഫയർ ചിപ്പുമാണ്. കൂടാതെ തന്നെ കുറച്ച് ഹൈ പവറായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞ് ക്ലാസ് D ചിപ്പാണ്. ആ ചിപ്പിൻ്റെ ഒരു സ്റ്റഡിയിൽ അവർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ 170 വാട്ട് വരെ അതിനകത്ത് നിന്ന് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കുറച്ചുകൂടെ ഹൈ ലെവലിലുള്ള വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 32 എന്നുള്ളതിന് മുകളിൽ ഒരു 40 വോൾട്ടൊക്കെ കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടെ ഹൈ പവറിലുള്ള വാട്ട് എടുക്കാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ സ്റ്റഡിയിൽ പറയുന്നതായിട്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിനകത്ത് അവർ പറയുന്നത് 160 അല്ലെങ്കിൽ 165 വാട്ട്സ് ആണ്. പക്ഷേ ഇത് ഓഡിയോ ഫയൽസ് ആയിട്ടുള്ള ആൾക്കാർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 4 ohmസിൽ ഇതിനകത്ത് 140 വാട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ഗുണമായിട്ട് നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. എന്നാൽ നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൽ 3 ohms സ്പീക്കറും യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കമ്പനി പറയുന്നുണ്ട്. നിങ്ങൾ ആമസോണിൽ പോയിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 3 ohms സ്പീക്കർ നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ 200 വാട്ടിന് മുകളിൽ കിട്ടുന്നു എന്നുള്ളതും അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഞാൻ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ 4 ohms സ്പീക്കറിലും 8 ohms സ്പീക്കറിലും വർക്ക് ചെയ്യിപ്പിച്ചു. നല്ല രീതിയിലുള്ള ഓഡിയോ ക്വാളിറ്റി, നല്ല രീതിയിലുള്ള പവർ ഔട്ട്പുട്ടും എനിക്ക് ഈ ഒരു സ്പീക്കറിൽ നിന്നും കിട്ടുന്നുണ്ടായിരുന്നു. TPA3255 നമുക്ക് 48 വോൾട്ട് വരെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം. പക്ഷേ ഇവിടെ കമ്പനിക്കാർ പറയുന്നത് 36 വോൾട്ട് വരെ, 19 വോൾട്ട് തൊട്ട് 36 വോൾട്ട് വരെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. 32 വോൾട്ട് 5 ആംപിയറിൻ്റെ ഒരു പവർ സപ്ലൈയും കൂടെ അവർ ഇതിൻ്റെ കൂടെ തരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ബേസിക് പവർ സപ്ലൈ ആണ് ഇതിൻ്റെ കൂടെ അവർ തരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 36 വോൾട്ടിൻ്റെ ഒരു 15 ആംപിയർ പവർ സപ്ലൈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി അവകാശപ്പെടുന്ന അത്രയും വാട്ട്സ് നിങ്ങൾക്ക് ഇതിൽ നിന്നും എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവർ ഇതിൻ്റെ കൂടെ തരുന്ന ഒരു ബേസിക് പവർ സപ്ലൈ ആണ് എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് നമുക്ക് എടുത്ത് കാണാവുന്ന മറ്റൊരു കാര്യം. കൂടാതെ ഓഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ടായിരുന്നു പല പ്രാവശ്യം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓഡിയോ ക്വാളിറ്റി കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല ബ്രാൻഡ് സ്പീക്കേഴ്സ് നിങ്ങൾ
ഉപയോഗിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ടെസ്റ്റിംഗ് വീഡിയോയിൽ കാണിക്കുന്ന സ്പീക്കർ 1000-ഓ 10,000-ഓ അല്ല, ലക്ഷങ്ങളോളം വിലയുള്ള സ്പീക്കേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ കാണിക്കുമ്പോൾ, ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫോണിൻ്റെ മൈക്ക് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായൊരു ക്വാളിറ്റി കുറവ് നിങ്ങൾക്കിവിടെ ഫീൽ ചെയ്തേക്കാം. പിൻഭാഗം കാണുന്നതിനും നല്ല ഭംഗിയാണ്. കാര്യം നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് അവരത് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഒരുപാട് ഓഡിയോ സെലക്ടർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല. ഒറ്റ സ്റ്റീരിയോ ഇൻപുട്ടാണ് വരുന്നത്. ലെഫ്റ്റ് റൈറ്റ് ഒരു സ്റ്റീരിയോ ഇൻപുട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അതിന് വേണ്ടി RC സോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ പ്രീ ഔട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു 3.5 mm ജാക്കിൻ്റെ പോർട്ടായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന 6 ബനാന സോക്കറ്റുകളാണ്. ഈ ബനാന സോക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സബ്വൂഫറിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് പോസിറ്റീവ് നെഗറ്റീവ്, ലെഫ്റ്റ് റൈറ്റിന് വേണ്ടി സെപ്പറേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം അവർ വളരെ കൃത്യമായിട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കണക്ഷൻ തെറ്റാതെ നമുക്ക് കൊടുക്കുന്നതിന് അത് ഉപകാരപ്പെടും എന്നുള്ളതാണ്. കൂടാതെ തന്നെ 19 വോൾട്ട് തൊട്ട് 36 വോൾട്ട് വരെ അവർ റെക്കമെൻഡ് ചെയ്യുന്നതായിട്ട് പുറകിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പവർ സപ്ലൈ, ഇതിനകത്ത് ഒരു ബേസിക് പവർ സപ്ലൈ ആണ് തരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 36 വോൾട്ടിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ തന്നെ ഇതിനകത്ത് ഒരു ബ്ലൂടൂത്തിന് വേണ്ടി ഒരു ആൻറ്റിന അവർ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 50 ഫീറ്റ് 50 അടിയാണ് തടസ്സങ്ങൾ, മുന്നിൽ തടസ്സങ്ങൾ ഇല്ലെങ്കിൽ 50 ഫീറ്റാണ് ഈ ഒരു ബ്ലൂടൂത്തിൻ്റെ പരിധി എന്ന് പറയുന്നത്, ദൂരപരിധി എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓഡിയോ സിഗ്നൽ മാത്രമേ ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രീ ആമ്പ് ഇവിടെ യൂസ് ചെയ്യാം. ഫോസി ഓഡിയോയുടെ തന്നെ ഒരു പ്രീ ആമ്പ് വരുന്നുണ്ട്. കുറച്ച് ഹൈ ക്വാളിറ്റി ഉള്ളൊരു പ്രീ ആമ്പ്, ഒരു 17,000 രൂപയ്ക്കകത്തുള്ള പ്രീ ആമ്പ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് വരുന്നത്. കൂടാതെ തന്നെ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു കൺട്രോളാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. നമുക്ക് കറക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് അത് പോകുന്നുണ്ട്. മെറ്റൽ നോബുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ആ ഒരു ബ്രാൻഡ് ലുക്ക് തന്നെ നമുക്കിത് ഈ ഒരു സൈഡ് ബോക്സിൽ തന്നെ നമുക്കിത് അറിയാൻ പറ്റുന്നുണ്ട്. നല്ലൊരു വീട്ടിൽ വാങ്ങി വെച്ചാലും നമുക്കൊരു ലോക്കൽ അസംബ്ലിങ്ങിനെയും കാട്ടിയും എത്രയോ ബെറ്ററാണ് ഈ ഒരു ബ്രാൻഡഡ് ലുക്കിൽ അവർ ചെയ്തിട്ടുള്ളത്. ഫുൾ മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ ഹീറ്റ് ആവും. ഈ ഒരു ആമ്പ് ഏകദേശം 1 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റ് ആവും. അങ്ങനെ ഒരു ഹീറ്റ് വന്നു എന്ന് കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വളരെ വെയ്റ്റ്ലെസ് ആണ്, വളരെ സ്പേസ് കുറവ് മതി എന്നുള്ളതും ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു നീല കളറിലുള്ള ലൈറ്റ് കത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ സബ്വൂഫർ ലോഡ് ചെയ്യേണ്ടത് 8 ohmസിലോ 4 ohmസിലോ ആയിരിക്കണം. 4 ohmസിന് താഴോട്ടാവാൻ പാടില്ല. കാരണം ഇത് ഒരു സ്റ്റീരിയോ ചിപ്പിനെ ബ്രിഡ്ജ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്. 350 വാട്ട്സ് ആണ് 4 ohmസിൽ അവർ പറയുന്നത്. ഇൻഫിനിറ്റി പ്രൈമസ് പോലുള്ള സബ്വൂഫർ ഇതിനകത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അസാധ്യമായിട്ടുള്ളൊരു പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. JBL ഇൻഫിനിറ്റി പ്രൈമസ്, പയനിയർ പോലുള്ള സബ്വൂഫർ നിങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അസാധ്യമായിട്ടുള്ളൊരു പെർഫോമൻസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ടിട്ട് കാണിക്കുന്നതാണ്. കെഫിൻ്റെ സ്പീക്കേഴ്സാണ് യൂസ് ചെയ്യുന്നത്. 8 ohms സ്പീക്കറാണ്. അതൊരു 3-way സ്പീക്കറായിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് ഒരു പാട്ടിട്ട് കേൾക്കാം. ഒരു പുഴ തന്നുടെ ഓളത്തടുപ്പാണ് പകുത്തതെന്ന് നാം പകുത്തതെന്ന് അറിയാതെ പോയി ഞാൻ എന്നു നനഞ്ഞ മഴയുടെ കുളിരും ഒന്നാണെന്ന് അറിഞ്ഞില്ല
ക്വാളിറ്റി ഉണ്ട്, നല്ല ഓഡിയോ ഇമേജ് ഉണ്ട്, നല്ല ഓഡിയോ സെപ്പറേഷൻ ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റേഷൻ എല്ലാം നമുക്ക് നല്ല രീതിയിലൊരു സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആമ്പിൻ്റെയും അതിൻ്റെ കൂടെ ഉപരിതലം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കേഴ്സിൻ്റെ പ്രത്യേകതയും കൂടെയാണത്. അപ്പോൾ അങ്ങനെ ഒരു സ്പീക്കേഴ്സിൽ അങ്ങനെ ഒരു പ്രത്യേകത കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആമ്പും ആ തരത്തിലായിരിക്കണം. അപ്പോൾ ആനന്ദേട്ടൻ ഇതുപോലുള്ള സ്പീക്കേഴ്സും വില കൂടി സ്പീക്കേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്, എന്നെക്കാളും ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പുള്ളിയായിട്ട് ഞാൻ ഇത് സംസാരിച്ച് ഇതുപോലെ പാട്ട് കേട്ടപ്പോൾ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ് ഡി ആമ്പ് എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ക്ലാസ് ഡി ആമ്പുകൾക്ക് കുറച്ച് ഡിജിറ്റലി ഉള്ള ഒരു സൗണ്ട് എന്നുള്ള രീതിയിലുള്ള സ്വഭാവം കൂടുതലാണ്. അപ്പോൾ ആ ഒരു സ്വഭാവം ഇതിനകത്ത് ഒട്ടും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഉണ്ട് ചെറിയ രീതിയിൽ, പക്ഷേ അത് ഒട്ടും തന്നെ ലോക്കലി കിട്ടുന്ന ക്ലാസ് ഡി ആമ്പുകളിൽ ഉള്ളതിൻ്റെ അത്രയും ആ ഒരു ലെവലിലുള്ള ആ തരത്തിലുള്ള ഒരു ഡിജിറ്റൽ സ്വഭാവം ഇതിൻ്റെ സൗണ്ടിന് ഇല്ല എന്നുള്ളതാണ്. ഏകദേശം ഒരു പ്യുവർ ആയിട്ടുള്ളൊരു ക്ലാസ് എ ബി എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു ലെവലിലേക്ക് ഇതിൻ്റെ ഓഡിയോയ്ക്ക് ഇറങ്ങി വരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആനന്ദേട്ടൻ പറയുന്നത്. ഈ 10,000 രൂപയ്ക്കകത്ത് വിലയുള്ള ഈ ഒരു പ്രോഡക്റ്റിന് ഇത്രയും നല്ല ഓഡിയോ ഡീറ്റെയിലിംഗ് കിട്ടുന്നത് നല്ല കാര്യമാണെന്നുള്ളതും ആനന്ദേട്ടൻ പറയുന്നുണ്ട്. കാര്യം ആനന്ദേട്ടൻ്റെ വീട്ടിൽ ഇരിക്കുന്ന സ്പീക്കർ സെറ്റപ്പ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ഹൈ ലെവലിലുള്ള ഉള്ളതാണ്. കൂടാതെ ഒരു തരത്തിലുമുള്ള നോയ്സ് ഇഷ്യൂ ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് ഈ പറയുന്ന പോലെ സ്പീക്കറിൽ ചെവി വെച്ചാൽ പോലും അതിനകത്തും ഒരു നോയ്സ് എന്നുള്ള രീതിയിലുള്ള ഒരു ശബ്ദവും ഇതിനകത്ത് വരില്ല എന്നുള്ളത് നമ്മളിത് ചെക്ക് ചെയ്ത് സാക്ഷ്യപ്പെടുത്തിയൊരു കാര്യമാണ്. അപ്പോൾ നല്ലൊരു ആംപ്ലിഫയർ ആണ് ഈ ഒരു ആംപ്ലിഫയർ. 10,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബ്രാൻഡഡ് ആംപ്ലിഫയർ ആണ്. വില കുറഞ്ഞതിൽ വച്ചിട്ട് ഏറ്റവും നല്ല ബ്രാൻഡഡ് ആംപ്ലിഫയറും അസാധ്യ ഓഡിയോ ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റിയും ഉള്ള ക്വാളിറ്റി പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് മാത്രമായിട്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത്. മൈക്കൊന്നും കൊടുത്ത് പാട്ട് പാടാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിൽ പാട്ട് കേൾക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഈ ഒരു ആംപ്ലിഫയർ വാങ്ങുക, ഉപയോഗിക്കുക. കാര്യം ക്വാളിറ്റി എന്നുള്ളൊരു സാധനം പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്ന ഒരു ആംപ്ലിഫയറാണ് ഈ ഒരു ഫോസിയുടെ ആംപ്ലിഫയർ. കൊടുക്കുന്ന പൈസയ്ക്ക് മുതലായിട്ടുള്ളൊരു സാധനമാണ്. കൊടുക്കുന്ന പൈസയ്ക്ക് അതിലധികം മുതലായിട്ടുള്ളൊരു സാധനമാണ്. കാര്യം അവരുടെ പല റിസർച്ചും പല പരീക്ഷണങ്ങളുടെയും റിസൾട്ട് ആവാം ഇങ്ങനൊരു ആംപ്ലിഫയർ. ഈ ചിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ ഒരുപാട് ആംപ്ലിഫയറുകൾ നമുക്ക് ബോർഡ് തന്നെ വാങ്ങാൻ കിട്ടും. പക്ഷേ ചിലപ്പോൾ അതിന് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഗുണമുണ്ടാവണം എന്നില്ല. കാരണം അവരുടെ റിസർച്ചും പഠനവും എല്ലാം വന്നിട്ടുള്ള ഏറ്റവും ടോട്ടലായിട്ട് ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള റിസൾട്ടാണ് ഈ ഒരു ആംപ്ലിഫയർ. അപ്പോൾ അതിൻ്റേതായ ഗുണം ഈ ഒരു ആംപ്ലിഫയർ കാണുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ ചേട്ടന്മാർക്കും ബൈ ബൈ.